അങ്ങനെ നമ്മൾ പുതിയ ടൈമിംഗ് ചെയിൻ എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. 2 സ്പ്രോക്കറ്റ്, അതുപോലെ തന്നെ 4 ഗൈഡുണ്ട്. 4 ഗൈഡ്, ഹൈ പ്രഷർ പമ്പിൻ്റെ സ്പ്രോക്കറ്റ് ഉണ്ട്, പിന്നെ അഡ്ജസ്റ്റർ 2 ചെയിൻ. അത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടൈമിംഗ് മാർക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ നമ്മൾ ചെയിൻ ഇളക്കിയ മാർക്കിങ് അതേ പൊസിഷനിലാണ്. നമ്മൾ പുതിയ ചെയിൻ ഇടുമ്പോൾ മാത്രമേ ഈ ഒരു ചെയിനിലും ഒരു ഡോട്ട് ഉണ്ട് കേട്ടോ, ഒരു മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സ്പ്രോക്കറ്റിൽ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈമിംഗ് ഒരു കാരണവശാലും മാറത്തില്ല, ഒറ്റ സെറ്റിങ്സ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമിലും ഈ ചെറിയ സ്പ്രോക്കറ്റ് ഉണ്ടോ, ക്യാമിൽ 2 സ്പ്രോക്കറ്റ് ഉണ്ട്, ഇല്ലറ്റ് സ്പ്രോക്കറ്റും എക്സോസ്റ്റ് സ്പ്രോക്കറ്റുമാണ്. ആ 2 മാർക്കിങ്ങും ചെയിനും കറക്റ്റാണ് കേട്ടോ. അത് നമ്മൾ എഞ്ചിൻ ഇറക്കാതെ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇത് രണ്ടും കറക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് വരുമ്പോൾ അതിലും മാർക്കിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കറക്റ്റ് പൊസിഷനാണ്. നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ ചെയിൻ ഇട്ടപ്പോൾ എഞ്ചിനിലെ ക്രാങ്ക് ഷാഫ്റ്റ് ഇതുകൊണ്ട് ഈ കാണുന്ന TDC ഉണ്ടോ, TDC എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് പിസ്റ്റൺ TDC നിൽക്കുന്ന അവസ്ഥ. പിസ്റ്റൺ മേളോട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതും ഈ ചെയിൻ മാർക്കും ഈ ഡോട്ട് ഉണ്ട്, ഈ ക്രാങ്കിൻ്റെ ഈ സ്പ്രോക്കറ്റിലൊരു ഡോട്ടുണ്ട്, അത് 3ഉം കറക്റ്റ് ആയിരിക്കണം, ഈ ഡോട്ടുകളെല്ലാം. അപ്പോൾ എല്ലാം നമ്മൾ ഈ കാണുന്ന ഗൈഡെല്ലാം നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ടൈറ്റ് ചെയ്തു. അഡ്ജസ്റ്റിൻ്റെ ലോക്ക് ഇനി നമുക്ക് എടുത്ത് വിടണം. ചെയിൻ സെറ്റ് ചെയ്തതിന് ശേഷം എഞ്ചിൻ ഓയിൽ കുറച്ച് ആഡ് കൊടുക്കും. ചെയിൻ ഓയിൽ കയറി വരാൻ കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ അതിന് തേയ്മാനം വരാതിരിക്കാനും നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ എല്ലാം ടൈമിംഗ് എല്ലാം കറക്റ്റാണ്. നമുക്കിനി ക്രാങ്ക് ഷാഫ്റ്റും അതുപോലെ തന്നെ ഹൈ പ്രഷർ പമ്പിൻ്റെ പുള്ളി നമുക്ക് ടൈറ്റ് ചെയ്യണം, 19 ബോൾട്ടിൻ്റെ, അത് നമുക്ക് ടൈറ്റ് ചെയ്യണം. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഇപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇനി ടൈമിംഗ് ഒന്നുകൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ടൈമിംഗ് കവർ, ഓയിൽ പമ്പ് സെറ്റ് ചെയ്തു, ഫൗണ്ടേഷൻ, ക്രാങ്ക് കേസ് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് വാൽവ് ഡോർ, ഇഞ്ചക്ടർ എല്ലാം സെറ്റ് ചെയ്ത് എയർ എടുത്ത് വണ്ടി എഞ്ചിൻ ഓയിലും കൂളൻ്റൊക്കെ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്.